ശിവൻ ചേട്ടാ. ആ മാഡം. എന്താ എല്ലാരും ഡള്ളായിട്ടിരിക്കുന്നേ? എന്താ സംഭവം? അത് ഇന്ന് ടെൻഡർ നടന്നില്ലായിരുന്നോ മാഡം? അപ്പോ ടെൻഡർ നഷ്ടപ്പെട്ടു അല്ലേ? നഷ്ടത്തിലായ കമ്പനിയെ വീണ്ടും ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി ഞാൻ നടത്തിയ ശ്രമം ഫെയിലായി പോയെന്ന് തോന്നുന്നു. Congratulations, madam. Congratulations, madam. കൺഗ്രാറ്റുലേഷൻ മേഘ. എന്തിനാ അർജുൻ പെട്ടെന്ന് ഇതൊക്കെ? നമുക്ക് നമ്മുടെ ആദ്യത്തെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? എന്ന് വെച്ചാ ഈ ടെൻഡർ നമുക്ക് തന്നെയാണോ കിട്ടിയേ? അതെ മേഘ. സത്യാണ് അർജുൻ, എനിക്ക് തൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓഫീസിലേക്ക് കയറി വന്നതും എല്ലാവരുടെയും മുഖം ആകെ ഡള്ളായിരിക്കുന്നത് കണ്ടപ്പോ ടെൻഡർ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഞാൻ ഒരുപാട് വിഷമിച്ചു. സത്യത്തിൽ അവസാന നിമിഷം വരെ ടെൻഡർ കയ്യിൽ നിന്ന് പോയെന്നാ ഞാൻ വിചാരിച്ചു. എന്നാൽ താൻ ഒരൊറ്റൊരാളുടെ ബുദ്ധി കൊണ്ട് മാത്ര ഈ ടെൻഡർ എന്ന് നമുക്ക് ലഭിച്ചത്. തന്റെ ഹാർഡ് വർക്കും എഫേർട്സും നമ്മൾ ഒരുപടി മുന്നിലേക്ക് നയിച്ചിരിക്കുക. എന്താ അവിടെ നടന്നേന്നറിയോ? Wait. Mr. Mohan, sir, see this. I am very sorry. Sorry for the wrong announcement. സത്യം പറഞ്ഞാൽ രണ്ട് കോഴ്സും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഒരൊറ്റ സിംഗിൾ ഡിജിറ്റിന്റെ വ്യത്യാസം കൊണ്ടാണ് ഞാൻ ചെറുതായി ഒന്ന് കൺഫ്യൂസ് ആയത്. യഥാർത്ഥത്തിൽ ഈ ടെൻഡറിൽ വിജയിച്ചിരിക്കുന്നത് അർജുൻ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിലെ അർജുനാണ്. എവിടെയോ എന്തോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഞാൻ കൊടുത്ത കോട്ടിന്റെ ഏകദേശം അതേപോലെയുള്ള കോട്ട് ഒരൊറ്റ ഡിജിറ്റിന്റെ വ്യത്യാസത്തിലാണ് ടെൻഡർ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്ത്? ഒരൊറ്റ സിംഗിൾ ഡിജിറ്റ് കൊണ്ട് മാത്രം നമ്മൾ അവരെ കടത്തി വെട്ടിയെന്നോ? ആ സത്യമാണ് മേഘ. താൻ ഉപയോഗിച്ച സ്ട്രാറ്റജി കാരണ നമുക്ക് ഈ ടെൻഡർ കിട്ടിയത്. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കൊട്ടേഷനും ആയിരുന്നു അത്. എന്റെ അതേ സ്ട്രാറ്റജി ഉപയോഗിച്ചത് ആരായിരിക്കും? എന്റെ കോട്ടിന്റെ അതേ രീതിയിലുള്ള കോട്ട് കൊടുത്തത് ആരായിരിക്കും? എന്നെ പോലെ തന്നെ ചിന്തിക്കാൻ മറ്റാർക്കാ കഴിഞ്ഞത്? എന്താ ആലോചിക്കുന്നത്? എന്നോടും കൂടി ഒന്ന് പറഞ്ഞൂടെ? അതിരിക്കട്ടെ അർജുൻ, ആ മായ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാന്റെ പേരെന്താ? അയാളുടെ പേര് മിഥുൻ നന്ദൻ. ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശിവ, അതൊന്ന് ഓർഗനൈസ് ചെയ്യും. ഓക്കെ സർ. അത് ശരി, എന്റെ ഭർത്താവിനെതിരെയുള്ള ടെൻഡറിനാണോ ഞാൻ അർജുനെ സഹായിച്ചത്? മിഥുനേട്ടനെ തോൽപ്പിക്കാൻ വേണ്ടി ഈ കമ്പനിയോടൊപ്പം ഞാൻ നിന്നെന്നോ? ഈശ്വര, ഇതെന്ത് പരീക്ഷണം നീ എന്നോട് കാണിക്കുന്നത്? ഞാൻ ചെയ്ത ഈ തെറ്റ് മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കോ എന്തോ. ഇതിന്റെ പേരിൽ ഞാനിനി എന്തൊക്കെയാണാവോ കാണാനിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ ടെൻഡറിൽ വിജയിച്ചിരിക്കുന്നത് അർജുൻ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിലെ അർജുനാണ്.
എന്താ പറ്റിയത്? എന്തിനാ നിനക്ക് ഇത്രയും ദേഷ്യം? ഞാൻ അപമാനിക്കപ്പെട്ടു. അതൊരു ചെറിയ അപമാനമൊന്നുമല്ല. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അപമാനം. അങ്ങനെ എന്താ അപമാനം? എവിടെ വെച്ച്, എന്തിനു വേണ്ടി, ആരാ അപമാനിച്ചത്? അവനെ ഞാൻ കണ്ട നാള് തൊട്ട് എനിക്ക് എന്തൊക്കെയോ തെറ്റായിട്ട് തോന്നി തുടങ്ങിയതാ. അവസാനം ഇപ്പൊ അത് തന്നെ സംഭവിച്ചത്. നീ ആരെ കുറിച്ചാ മിഥുനെ പറയുന്നത്? അർജുന്റെ മോനെ കുറിച്ചാണോ? അവൻ വേറൊരു കൊച്ചുകുട്ടിയാ. അവൻ നിന്റെ ഒപ്പത്തിനൊപ്പം ആവോ? നീ വെറുതെ ആ കൊച്ചുകുട്ടിയെ വെറുക്കല്ലേ. എന്റെ വെറുപ്പ് അർജുന്റെ മകനോടല്ലമോ, അവനോട് തന്നെയാ. അങ്ങനെ എന്താണ് സംഭവിച്ചേ? ടെൻഡറിന് പോയിട്ട് എന്തായി? അത് നമുക്ക് കിട്ടിയില്ലെന്ന് തോന്നുന്നല്ലോ. ഇല്ല ഡാഡ്, അത് കിട്ടിയതാ അർജുന. ഞാനൊരു ടെൻഡറിന് ഇറങ്ങി തിരിച്ചാ എത്ര വലിയ കൊല കൊമ്പനാണെങ്കിലും മിഥുന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ സ്ഥലം വിടുകയാണ് പതിവ്. അത്രയ്ക്കും കോൺഫിഡൻസോടെ ഞാൻ ടെൻഡറിന് പോകാറുള്ളത്. ബട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം എന്റെ കോൺഫിഡൻസ് പരാജയപ്പെട്ടിരിക്കുന്നു. എന്റെ സകല വിശ്വാസങ്ങളും നിലംപരിശായി പോയിരിക്കേ ഡാഡ്. മിഥുൻ, ബിസിനസ് ആവുമ്പോ ഇങ്ങനെയുള്ള ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. ഒരു ഭാഗത്ത് വിജയം കിട്ടുമ്പോൾ മറുഭാഗത്ത് അവഗണനയും തോൽവികളും ഒക്കെ ഉണ്ടാവും. വിജയം മാത്രം നേടിയവരായിട്ട് ഇവിടെ ആരും ഉണ്ടാവില്ല. വിജയിക്കുമ്പോൾ സന്തോഷിക്കുന്നത് പോലെ തന്നെ പരാജയത്തെ അവസരോചിതമായി സ്വീകരിക്കാനും പഠിക്കണം മോനെ. ഇങ്ങനെ ദേഷ്യവും ശത്രുതയും മനസ്സിൽ വളർത്തിക്കൊണ്ടുപോയാ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതല്ല ഡാഡ്, അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് മേഘനയുടെ അതേ തരത്തിലുള്ള കോട്ടായിരുന്നു. അതെങ്ങനെ അവിടെ സംഭവിച്ചു എന്നാ എനിക്ക് പിടികിട്ടാത്തത്. മിഥുൻ, ഒരേ രീതിയിൽ പലർക്കും ആലോചിക്കാൻ സാധിക്കുമല്ലോ. നോ ഡാഡ്, ആ ഒരു രീതിയിൽ മേഘനയ്ക്ക് മാത്രമേ കോട്ട് ചെയ്യാൻ സാധിക്കൂ. കാരണം അത് മേഘനയ്ക്ക് മാത്രം അറിയാവുന്ന ട്രിക്കാ. നീ എന്താടേ പറഞ്ഞു വരുന്നത്? മരണപ്പെട്ട മേഘന വന്ന് അർജുനു വേണ്ടി ഈ കൊട്ടേഷൻ തയ്യാറാക്കിയെന്നാണോടാ? ആർക്കറിയാം, എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. പക്ഷേ സംതിങ് ഈസ് റോങ്. എന്റെ പരാജയത്തിനും അർജുന്റെ വിജയത്തിനും പുറകിൽ മറ്റേതോ ഒരു കൈ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാ. ആ കൈ കൊണ്ട് തീർത്ത കൊട്ടേഷനാ ഇന്ന് ഈ ടെൻഡർ എന്റെ കൈവിട്ടു പോകാൻ കാരണമായത്. മിഥുൻ, ഈ ഒരു ടെൻഡർ പോയാൽ എന്താടാ മറ്റൊന്ന് കിട്ടും? ഇതുപോലെ എത്ര ടെൻഡർ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളതാ. ഈ ഒരു പ്രൊജക്ട് കണ്ടോണ്ടല്ലല്ലോ മോനെ നമ്മൾ കമ്പനി തുടങ്ങിയത്. ഒരു ടെൻഡർ മാത്രം നോക്കിയിരുന്ന ആർക്കും ബിസിനസ് ചെയ്യാനാവില്ല. തടസ്സങ്ങൾ വരുന്ന സമയത്ത് അത് കടക്കാനുള്ള മറുവഴി ചിന്തിക്കണം. കരഞ്ഞും പേടിച്ചും അവിടെ തന്നെ നിൽക്കരുത്. മഞ്ജരി, നീ മിഥുനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ. എന്നിട്ട് അവനെ ഒന്ന് സമാധാനിപ്പിക്കുക. കാര്യങ്ങൾ മനസ്സിലാവുന്ന പോലെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ അവനെ വിട്ടാ ഈ തോൽവിയുടെ പേരും പറഞ്ഞ് ഒരാഴ്ച കീ കൊടുത്ത പാവയെ പോലെ നടക്കും. നീ അവനെ വിളിച്ചോണ്ട് പോ. മിഥുൻ, എന്താ ചേച്ചി ഇത്? മിഥുനെ മഞ്ജരി അകത്തേക്ക് വിളിച്ചോണ്ട് പോണോ? മഞ്ജരി ആരാന്ന ചേച്ചിയുടെ വിചാരം? മിഥുന്റെ സെക്രട്ടറി ഒന്നുമല്ലല്ലോ. അതോ ഈ വീട്ടിലെ പണിക്കാരിയോ മറ്റോ ആണോ? നീ എന്തൊക്കെ പ്രിയമ്പതി പറയുന്നേ? പറയാതിരിക്കുന്നത് എങ്ങനെയാ? ആരും ഒന്നും മിണ്ടാതിരുന്ന മഞ്ജരി ഒരു പണിക്കാരിയായിട്ട് തന്നെ ഇവിടെ തുടരേണ്ടി വന്നാലോ? മിഥുൻ മൂഡ് ഔട്ടായി കയറി വരുമ്പോ സമാധാനിപ്പിക്കാൻ മഞ്ജരി വേണം. മിഥുന്റെ ഓഫീസിൽ ജോലികൾ കൃത്യമായി നടന്നില്ലെങ്കിൽ മഞ്ജരി അതൊക്കെ കൃത്യമായി ചെയ്യിക്കണം. ഇനി മിഥുൻ അങ്ങനെ ദേഷ്യം വന്നാലോ അതിന്റെ ഫലവും മഞ്ജരി അനുഭവിക്കണം. എല്ലാം കഴിഞ്ഞ് മിഥുൻ കല്യാണം വേണ്ടാന്ന് പറയുമ്പോ എല്ലാം സഹിച്ച ഒരു ത്യാഗിയെ പോലെ അവൾ ഇവിടെ ജീവിച്ചോണോ അല്ലേ? ഇതല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം?
അവരുടെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. ഇനി എത്ര കാലം എന്ന് വെച്ചാ ചേച്ചി ഇത് ആലോചിച്ചോണ്ടിരിക്കുക? മിഥുന് വേണ്ടി കാത്തിരുന്ന് മഞ്ജരിക്ക് അവളുടെ നല്ല പ്രായം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾ കൊഴിഞ്ഞു പോയിട്ടും ഇന്നല്ലെങ്കിൽ നാളെ മഞ്ജരിയുടെ കഴുത്തിൽ മിഥുൻ താലി കെട്ടുന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ അവള് നിൽക്കുന്നത്. നാളെ മിഥുന്റെ തീരുമാനം എന്തായി തീരുമെന്ന് ഒരു വിശ്വാസവും ഇല്ലാഞ്ഞിട്ടും ഇരട്ടത്ത് കല്ലെറിഞ്ഞ് കാത്തിരിക്കുകയാണോ എന്റെ കുട്ടി? ചേച്ചി, മഞ്ജരിയുടെ കാത്തിരിപ്പിന് എന്നാ നല്ലൊരു തീരുമാനം ഉണ്ടാവുക? ജീവിതത്തിൽ ആദ്യമായിട്ട് മിഥുനൊന്ന് തോറ്റപ്പോഴേക്കും എല്ലാവരും കിടന്ന് പെടയുന്നുണ്ടല്ലോ. പക്ഷെ മിഥുന് വേണ്ടി കാത്തിരുന്ന് ഒടുവിൽ മഞ്ജരിയുടെ ജീവിതം എന്തായി തീരുന്ന ആർക്കെങ്കിലും ചിന്തയുണ്ടോ? മിഥുനെ സമാധാനിപ്പിക്കാൻ നിങ്ങൾ എല്ലാരും കൂടി പാടുപെടുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ മഞ്ജരി കരയുന്നത് കേൾക്കാൻ ആർക്കും മനസ്സുമില്ല, സമയവുമില്ല അല്ലേ? മിഥുൻ അവന്റെ പാട് നോക്കി സ്ഥലം കാലിയാക്കി. മൗനം ഒരു പ്രശ്നത്തിന്റെയും മറുപടി ആവില്ല. അറ്റ്ലീസ്റ്റ് ചേച്ചിയെങ്കിലും ഇതിനൊരു തീരുമാനം പറയണം. മിഥുന്റെ മൗനത്തിനും അർത്ഥമുണ്ട്. മഞ്ജരിയുടെ കാത്തിരിപ്പിലെ വേദനയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തണം. മിഥുൻ കാരണം മഞ്ജരി കരയുന്നതിൽ എനിക്കും താല്പര്യമില്ല. എന്റെ മോന് വേണ്ടി മറ്റൊരു പെൺകുട്ടി ജീവിതം തുലയ്ക്കുന്നത് ഈ കുടുംബത്തിന്റെ അന്തസ്സിനും ചേർന്നതല്ല. എത്രയും പെട്ടെന്ന് തന്നെ നമുക്കൊരു ഉത്തരം കണ്ടെത്താം. താൻ ഉപയോഗിച്ച സ്ട്രാറ്റജി കാരണ നമുക്ക് ഈ ടെൻഡർ കിട്ടിയത്. അതിരിക്കട്ടെ അർജുൻ, ആ മായ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാന്റെ പേരെന്താ? അയാളുടെ പേര് മിഥുൻ നന്ദൻ. എന്നോട് ക്ഷമിക്കും മിഥുനേട്ടാ. ഒരു ഭാര്യയുടെ സ്ഥാനത്ത് എന്നും ഏട്ടന്റെ ഉന്നതിയാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്, വിജയിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ ഇന്നിവിടെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് മിഥുനേട്ടൻ അപമാനിതനാവാൻ ഞാനൊരു കാരണമായല്ലോ. അതോർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വല്ലാണ്ട് വെറുപ്പ് തോന്നാ. എന്നോട് ക്ഷമിക്കും മിഥുനേട്ടാ. അമ്മേ, 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 അമ്മ ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഞാൻ എല്ലായിടത്തും അമ്മയെ തപ്പി നടക്കുകയായിരുന്നു. ആണോ മോനെ? എന്റെ ചിക്കുമോൻ എന്തിനാ അമ്മയും തപ്പി നടന്നത്? എനിക്ക് അമ്മയോട് ഒരു ഇമ്പോർട്ടന്റ് ന്യൂസ് പറയാനുണ്ട്. എന്താ അത്? പപ്പയുടെ കമ്പനിക്ക് ടെൻഡർ കിട്ടിയെന്ന് പറയുന്നുണ്ടല്ലോ. അതിനുവേണ്ടി പപ്പ വലിയ പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ പാർട്ടിയിൽ വെച്ച് അമ്മയെ കുറിച്ച് എല്ലാവരോടും പറയാൻ പോവാന്നാ പപ്പ പറഞ്ഞേ. അമ്മ കാരണം അത്ര കമ്പനിക്ക് ഒത്തിരി നല്ല പേരൊക്കെ കിട്ടിയത്. ഇതിനെ കുറിച്ചൊക്കെ ഗസ്റ്റിന്റെ മുമ്പിൽ പ്രസംഗിക്കാൻ പോവാ. ഇതൊക്കെ നിന്നോട് ആരാ മോനെ പറഞ്ഞത്? പപ്പയും മാനേജറും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ, താഴത്തെ ഓഫീസ് റൂമിൽ വെച്ച്. മംഗലാപുരത്തേക്കുള്ള തിരിച്ചുവരവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഞാൻ പേടിച്ചതാ. ഇതിപ്പോ എല്ലാരും അറിയുന്നത് പോലെ എന്തിനെങ്ങനെയുള്ള പാർട്ടികളൊക്കെ അർജുൻ നടത്തുന്നേ? ഇങ്ങനെ പോയാ എല്ലാവരും ഞാൻ ആരാണെന്നുള്ള സത്യം മനസ്സിലാക്കും. അത് കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ നന്ദൻ ഫാമിലിയിൽ എത്തിച്ചേരുകയും ചെയ്യും. എന്ത് വന്നാലും ഞാൻ ആരാണെന്നുള്ള സത്യം ആരും അറിയരുത്. വരുന്ന അതിഥികൾക്കെല്ലാവർക്കും യാതൊരു കുറവുമില്ലാതെ നോക്കിക്കൊള്ളണം. ചെലവ് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ സ്റ്റാഫിന്റെ ഫാമിലീസിനെ വിളിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഈ മംഗലാപുരം സിറ്റിയിലുള്ള
കച്ചവട സാമ്രാജ്യത്തിന്റെ അമരത്തിരിക്കുന്ന എല്ലാവരെയും നമ്മൾ വിളിച്ചിരിക്കണം. ഒരാളെ പോലും മിസ് ചെയ്യാനായിട്ട് പാടില്ല. ആയിക്കോട്ടെ സർ, അതൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം സർ. വാ മേഘ. നാളെ മേഘയുടെ പേര് ഈ മംഗലാപുരം മുഴുവൻ മുഴങ്ങി കേൾക്കാൻ പോവുകയാണ്. ഈ കച്ചവട സാമ്രാജ്യം മുഴുവൻ മേഘ ആരാണെന്ന് തെരഞ്ഞു നോക്കുന്ന വലിയൊരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് മേഘയ്ക്കറിയോ? എന്റെ അച്ഛൻ മംഗലാപുരത്ത് ഒരു സാധാരണ കച്ചവടക്കാരനായി തുടങ്ങി ഉന്നത സ്ഥാനത്തേക്ക് എത്തിച്ചേരുകയായിരുന്നു. അച്ഛൻ എപ്പോഴും ഒന്നേ പറയാറുണ്ടായിരുന്നുള്ളൂ, നമ്മുടെ കഷ്ടപ്പാടിനും കഠിനാധ്വാനത്തിനും കിട്ടേണ്ട അംഗീകാരം അത് ആർക്കായാലും കിട്ടിയിരിക്കണം. തന്നെ പോലെയുള്ളവരുടെ കഴിവ് ഇങ്ങനെ വീടിനകത്ത് തളച്ചിടാനുള്ളതല്ല. അതങ്ങ് ആകാശം മുട്ടെ പറക്കാൻ അനുവദിച്ചാൽ മാത്രമേ അവകാശപ്പെട്ട അംഗീകാരവും വന്നു ചേരൂ. നാമാവശേഷമായി പോകുമെന്ന് കരുതിയിരുന്ന നമ്മുടെ കമ്പനി ഇന്ന് വീണ്ടും നിവർന്നു നിൽക്കാനുള്ള ആദ്യത്തെ വിത്ത് പാകിയത് താന്. 100 കണക്കിന് കുടുംബങ്ങൾ വഴിയാധാരമാകാതിരിക്കാൻ അവർക്കൊക്കെ ഒരു ജീവിതമാർഗം കാണിച്ചു കൊടുത്തതും താന്. അതുകൊണ്ട് തന്നെ മേഘയുടെ കഴിവിനെ അംഗീകരിക്കേണ്ടത് എന്റെ കടമയാണ്. 4 ആളുടെ മുന്നിൽ അതിന് അനുമോദനം കിട്ടണം. മേഘ എന്ന പേര് ഈ മംഗലാപുരം സിറ്റി മുഴുവൻ പ്രതിധ്വനിക്കണം. മതി പ്രസംഗിച്ചതൊന്നും നിർത്തുന്നുണ്ടോ? എന്താ പറ്റിയത് മേഘ? ഇതൊന്ന് നിർത്തടച്ചു. ഞാൻ പറഞ്ഞതൊക്കെ മറന്നു പോയതാണോ? തെറ്റാലിയിൽ കൊരുത്ത് കല്ല് നമുക്ക് ആകാശത്തേക്ക് എറിഞ്ഞ് കളിക്കാനൊക്കെ നല്ല രസമായിരിക്കും. പക്ഷെ പോയി വേഗത്തിൽ അത് തിരിച്ച് താഴേക്ക് വീഴും. ഉയർന്നുയർന്നത് ആകാശത്തേക്ക് ചെന്ന് പതിക്കൊന്നുമില്ല. പക്ഷെ താൻ വെറും നിലത്ത് കിടക്കുന്ന കല്ലല്ല മേഘ, കിരീടത്തിൽ പതിപ്പിക്കേണ്ട മാണിക്യമാണ് താൻ. ഒന്നും വേണ്ട അർജുൻ, എനിക്ക് ആ ഉന്നത സ്ഥാനം ഒന്നും വേണ്ട. മാസം മാസം ശമ്പളം വാങ്ങുന്ന അർജുന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന മറ്റ് എംപ്ലോയീസിനെ പോലെ തന്നെയാണ് ഞാനും. അതിൽ കവിഞ്ഞൊരു സ്ഥാനവും വേണ്ട എനിക്ക്. കിരീടത്തിലെ മാണിക്യമായിട്ടോ സിംഹാസനത്തിലെ രാജ്ഞിയായിട്ടോ ദയവ് ചെയ്തെന്നെ പ്രതിഷ്ഠിക്കരുത്. അതിലെന്താ ഇത്ര വലിയ തെറ്റുള്ളത് മേഘ? താനൊരു സാധാരണ എംപ്ലോയി മാത്രമായിരിക്കാം, എന്നാൽ താൻ ചെയ്തതൊരു നിസ്സാര കാര്യമല്ലല്ലോ. താൻ നമ്മുടെ കമ്പനിയെ പിടിച്ചു നിർത്തിയപ്പോ എത്രയെത്ര ജീവിതങ്ങളാണ് പെരുവഴി ആധാരമാകാതെ രക്ഷപ്പെട്ടത്. ആ പ്രവൃത്തി അനുമോദനം അർഹിക്കുന്നില്ലേ? അതിലെന്താ എത്ര തെറ്റ്? ഒന്നും വേണ്ട, എനിക്ക് ഈ അനുമോദനവും അംഗീകാരവും ഒന്നും വേണ്ട. ഇതൊക്കെ എനിക്ക് വേണമെന്ന് ഞാൻ എപ്പോഴേലും പറഞ്ഞിരുന്നോ? എനിക്ക് അംഗീകാരം കിട്ടുന്നില്ല എന്ന് ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ടോ അർജുൻ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ചെയ്താ പോരെ. എനിക്ക് റെക്കഗ്നേഷൻ ഒന്നും വേണ്ട. ഈ മംഗലപുരത്തെ പർവ്വതങ്ങൾക്കിടയിൽ എന്റെ പേര് പ്രതിധ്വനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. നീ എന്തായി പറയണത്? വാഴ നനയുമ്പോ ചീരയും നനയുമെന്ന് കേട്ടിട്ടില്ലേ? അവന്റെ ഒപ്പം നീയും കൂടി വളരണമെന്നാ എന്റെ മോൻ ആഗ്രഹിച്ചത്. അല്ലമ്മേ, അതിരുകൾ കടക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് എന്റേതായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് വേണ്ടാത്ത പ്രശ്നങ്ങളെ ഇനി എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത്. എന്റെ ചുറ്റില് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മതില് കടന്ന് എന്നെ എങ്ങോട്ടേക്കും കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങളുടെയൊക്കെ വലിയ ജീവിതത്തിന് ചേരാത്ത വ്യക്തിയാണ് ഞാനെന്ന് തോന്നിയ ഇവിടുന്ന് ഇറങ്ങി പോവാൻ എനിക്ക് മടിയില്ല.